السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, മറ്റു ശ്രോതാക്കളെ, മരണത്തെ പറ്റി സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നശ്വരമായ ഈ ലോകത്ത് നിന്നുള്ള വിടവാങ്ങലാണത്. ജനനം എന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് മരണം എന്ന ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നതിനിടയിലെ ഒരു ചെറിയ കാലമുണ്ട്. നമുക്ക് ജീവിതം എന്ന് പറയുന്ന ചെറിയൊരു കാലം. ആ കാലയളവിൽ നമ്മൾ എന്തു ചെയ്തുവോ അതിന്റെ പരിണിത ഫലമാണ് ഈ മരണം എന്ന ഫിനിഷിംഗ് പോയിന്റിന് ശേഷം നമുക്ക് ലഭിക്കുന്നത്. അല്ലാഹു തന്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നതായി കാണാം, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണം എല്ലാ ശരീരങ്ങളെയും രുചിച്ചു നോക്കുമെന്ന് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതായത് എത്ര വലിയ ധനികനായാലും ഇത്ര ചെറിയ ദരിദ്രനായാലും ആരായാലും തന്നെ മരണമെന്ന സത്യം പുൽകാതെ അവൻ പോവുകയില്ല. ഏതൊരു ശരീരത്തിനും മരണം രുചിക്കാനുണ്ട് എന്നതാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഖബറിലേക്ക് വെച്ച ശേഷം മുൻകർ നകീർ അലൈഹിസ്സലാം മൻ റബ്ബുക വമാ ദീനുക തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് കൃത്യമായ മറുപടി പറയാൻ സാധിക്കണമെങ്കിൽ ഈ ദുനിയാവിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രമാണ്. നമ്മൾ ദുനിയാവിൽ എത്രത്തോളം നല്ലതായി ജീവിക്കുന്നുവോ, നമ്മുടെ സ്വഭാവം എത്രത്തോളം നല്ലതാക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നമുക്ക് അവിടെ നിന്ന് മറുപടി പറയുവാനായിട്ട് സാധിക്കുക. മുൻകർ നകീർ അലൈഹിസ്സലാമിന്റെ മൻ റബ്ബുക വമാ ദീനുക എന്ന ചോദ്യത്തിനപ്പുറം നബി തങ്ങളുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഇതെന്റെ നബിയാണെന്നും റബ്ബി അല്ലാഹ് എന്നുമൊക്കെ നമുക്ക് പറയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഈ ദുനിയാവിൽ ഹബീബിനെ വല്ലാണ്ട് മുഹിബ്ബ് വെക്കണം. അല്ലാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യണം. ഇസ്ലാം എങ്ങനെയാണോ നമ്മോട് ജീവിക്കാൻ കൽപ്പിക്കുന്നത് അതുപോലെ നാം ജീവിക്കണം. ഖബർ എന്നത് ഭയാനകമായൊരു ലോകമാണ്. അവിടെ മുഴുവനും ഇരുട്ടാണ്. പാമ്പും തേളും നമ്മുടെ ശരീരത്തെ വന്ന് രുചിച്ചു നോക്കുവാനുണ്ട്. ആ സമയത്ത് നമ്മുടെ ശരീരത്തെ അത്തരം ജീവികൾ രുചിച്ചു നോക്കണ്ട എങ്കിൽ ഈ ദുനിയാവിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഏതൊക്കെയാണ് അതിന് കാരണമാകാവുന്ന സൽക്കർമ്മങ്ങൾ? ധാരാളം സൽക്കർമ്മങ്ങൾ പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് മാത്രം ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തട്ടെ. സുഹൃത്തുക്കളെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ ഇഷ്ക് വെക്കണേ. പ്രവാചകനെ എത്രത്തോളം എന്ന് വെച്ചാൽ സ്വന്തം ജീവനിലുപരി നാം സ്നേഹിക്കേണ്ട ഒരാളുണ്ടെങ്കിൽ അത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചുവല്ലോ, മതാ സഅത യൗമൽ ഖിയാമത്തി യാ റസൂലല്ലാഹ്, എപ്പോഴാണ് നബിയെ ഖിയാമത്ത് നാളെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞതെന്താ? തിരിച്ച് നബി തങ്ങൾ ചോദിക്കുകയാണ്, നീ ഖിയാമത്ത് നാളിനായി എന്തൊക്കെയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുകയാണ്, ഞാൻ ധാരാളം സുന്നത്ത് കർമ്മങ്ങൾ ചെയ്യുന്നവരല്ല, ധാരാളം സദഖ ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ എൻ്റെ ഹബീബിനെ പ്രിയം വെക്കുന്നുണ്ട് നബിയേ എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറയുകയാണ്, നീ ആരെയാണോ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ഇഷ്ക് വെക്കുന്നത് അവനോടൊപ്പമായിരിക്കും നാളെ സ്വർഗത്തിലെന്ന്. ആധുനിക യുഗത്തിലെ യുവാക്കളെ ഇതൊന്ന് ശ്രദ്ധിക്കണേ. സിനിമാ താരങ്ങളെയും ഫുട്ബോൾ താരങ്ങളെയും റോൾ മോഡലാക്കിക്കൊണ്ട് തന്റെ വസ്ത്രധാരണയിലും തന്റെ തലമുടിയിലും ഇസ്ലാം വിരുദ്ധമാക്കപ്പെട്ട രീതിയിൽ ജീവിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണേ. നാളെ നമ്മൾ രക്ഷിക്കുവാനായിട്ട് നബി തങ്ങളല്ലാതെ മറ്റൊരാൾക്കും സാധിക്കുകയില്ല. ഖബറിൽ നമ്മുടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ഫുട്ബോൾ താരങ്ങൾക്ക് കഴിയുകയില്ല, സിനിമാ താരങ്ങൾക്ക് കഴിയുകയില്ല.
കഴിയുകയില്ല. അവരൊക്കെ ദുനിയാവിൽ നിന്ന് തന്നെ നരകത്തിലേക്ക് ടിക്കറ്റ് എടുത്തവരിൽ പെട്ടവരാണ്. അതുകൊണ്ട് നാം ഹബീബിനെ വല്ലാണ്ട് പ്രേമിക്കണം. അതുപോലെ തന്നെ മറ്റൊരു വഴി എന്ന് പറയുന്നത് ദിക്റുൽ മൗത്താണ്. നാം മരണത്തെ എന്നും ഓർത്തുകൊണ്ടേയിരിക്കണം. മരണസ്മരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് ഖബറാളികളെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കണമെന്ന് ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചു തരുന്നത്. സുഹൃത്തുക്കളെ, നാം ഖബറാളികളെ സന്ദർശിക്കുമ്പോൾ നമുക്കൊന്ന് തോന്നലുണ്ടാകണം. എങ്ങനെയാണ്? നാളെ നമ്മളും ഈ ഖബറിൽ കിടക്കേണ്ടവരല്ലേ? ഇന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും നമുക്ക് ഇതുപോലുള്ള വാർത്തകൾ ധാരാളം ലഭിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും ഒന്ന് വിങ്ങണം. നമ്മൾ നാളെ ആ ഖബറിൽ കിടക്കാനുള്ളവരാണ്. അതുകൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യണേ. ദുനിയാവെന്നത് ചെറിയ ലോകമാണ്. ഇവിടുത്തെ ആഡംബരങ്ങളൊന്നും നാളെ നമ്മെ രക്ഷിക്കുകയില്ല. അതുകൊണ്ട് ഈ ഒരു ചെറിയ കാലത്ത് നമ്മൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ഖുർആൻ പാരായണം ചെയ്തും ഹബീബ് തങ്ങളെ പ്രേമിച്ചും ധാരാളം സ്വലാത്തുകൾ ചെയ്തുകൊണ്ടും നമ്മുടെ ജീവിതത്തെ നാം ധന്യമാക്കണം. നാളേക്കുള്ള കൃഷി ഇവിടെ നിന്ന് തന്നെ നാം പണിയണം. നല്ല വിളവെടുപ്പ് നടത്തണമെങ്കിൽ ഇവിടെ നിന്ന് ഇതുപോലുള്ള വിത്തുകൾ ഇട്ടാലേ നല്ല വിളവെടുപ്പ് നമുക്ക് സാധ്യമാവുകയുള്ളൂ. നാഥൻ നമ്മുടെ ആഖിറം രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. വആഖിറ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.